കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഭാസ്കരൻ്റെ വീട്ടിൽ ബാത്റൂം ഉണ്ടാക്കുന്നതറിഞ്ഞ് അവിടെ എത്തി കലി തുള്ളുകയാണ് ഗംഗാധരനും ലളിതയും. ജഡ്ജി എമ്മമാര് വരെ കേസ് നടക്കുന്നതിനിടയിൽ മൂത്രമൊഴിക്കാൻ പോവാറില്ലേ, അതുകൊണ്ട് ഇയാളങ്ങ് ചെല്ലുന്ന ഭാസ്കരൻ പറയേ. ഡാ, തന്നോട് നിർത്താനാ പറഞ്ഞെന്ന് ഓട് റിപ്പയർ ചെയ്യുന്ന പണിക്കാരൻ നോക്കി ഗംഗാധരൻ പറയേ. ഡാ, നിർത്തിയാലുണ്ടല്ലോ, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതാ, ഇറങ്ങിയ കാല് തല്ലി ഒടിക്കുമെന്ന് ഭാസ്കരനും. സുഭാഷൻ പറയുന്നുണ്ട്, വെല്ലിച്ച ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇനി മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ അകത്താ. ഈ മഴക്കാലം കൂടി ഇങ്ങനെ നിന്നു കഴിഞ്ഞാ മോന്തായ നിലംപൊത്തും. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങനെ പറയുന്നെന്ന്. വീണോട്ടടാ, അതിന് ഞങ്ങൾക്കെന്താ എന്നാ മൈ ദേഷ്യത്തോടെ പറയേ. അങ്ങനെ വീഴട്ടെന്നാ ഞങ്ങളുടെയും പ്രാർത്ഥന. അങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് ഒഴിഞ്ഞു തരുമല്ലോ എന്ന് ഗംഗാധരനും. ഇതേ എന്റെയും എന്റെ ഏട്ടന്റെയും സ്ഥലമാണെന്ന് ലളിത പറയേ. എങ്ങനെ നിങ്ങളുടെ സ്ഥലോ എന്ന് ഭാസ്കരനും. എന്താ സംശയം? ഇവിടുന്നൊരു കല്ലിളക്കാൻ പാടില്ലെന്ന് കോടതി നിശ്ചയിച്ചത് എന്തുകൊണ്ടാ എന്ന് ഗംഗാധരൻ ചോദിക്കേ. ഡാ പൊട്ട, തർക്കം വന്ന കോടതി ആദ്യം ചെയ്യുന്നത് സ്റ്റേ ഇഷ്യൂ ചെയ്യുക എന്നതാ. അതിന്റെ അർത്ഥം തന്റേതാണെന്ന് അംഗീകരിച്ചു തന്നു എന്നല്ല എന്ന് ഭാസ്കരൻ പറയുന്നത് ഇഷ്ടമാവാതെ, വർത്തമാനം പറയാൻ നിൽക്കാതെ പണി നിർത്തിക്കോ, അല്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകുമെന്ന് വെല്ലിച്ചൻ ഭീഷണിപ്പെടുത്തുന്നത് കേൾക്കാതെ വെറുതെ വരട്ടാൻ നിൽക്കല്ലേ. നിങ്ങൾ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ എവിടെ വേണേലും പോയിക്കോ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാമെന്ന് സുധീഷും. അങ്ങനെയാണോ എന്ന് വെല്ലിച്ചൻ ചോദിക്കേ. അങ്ങനെ തന്നെയായെന്ന് സുഭാഷും. വെല്ലിച്ചനും പണിക്കാരനോടായി പറയുന്നുണ്ട്, ദേ ഇവരുടെ വീട്ടിൽ പണി നടത്തുന്നതിന്റെ പേരിലെ നിങ്ങളെല്ലാം പോലീസ് സ്റ്റേഷനിൽ കയറാൻ പോവുക, നോക്കിക്കോ എന്ന്. കോടതി ഉത്തരവ് പ്രകാരം ഈ വീട് പുതുക്കി പണിയാനോ പെയിന്റ് അടിക്കാനോ മാറ്റിപ്പണിയാനോ നിങ്ങൾക്ക് അവകാശമില്ല. അങ്ങനെയുള്ള നിങ്ങൾ എങ്ങനെയാ ബാത്റൂം കെട്ടി ഓട് മേയുന്നതെന്ന് എനിക്കറിയണം. കോർട്ട് ഓർഡറുമായി പോലീസ് സ്റ്റേഷനിൽ പോയാലേ അപ്പൊ തീരും സകലതും. എല്ലാരും ലോക്കപ്പിൽ കിടക്കുമെന്ന് ഗംഗാധരൻ വീണ്ടും ഭീഷണിപ്പെടുത്തേ. ചേട്ടാ, ഇവരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ഇയാളുടെ ആർക്കിടെക്ട് മരുമകൾക്ക് ബാത്റൂം പണിയുന്നത് നമുക്കൊന്ന് കാണണം. നടക്ക് സ്റ്റേഷനിലേക്കെന്ന് പറഞ്ഞ് ലളിത ഗംഗാധരനെ വിളിച്ച് കൂട്ടിക്കൊണ്ടുപോകേ. ഭാസ്കരനും പുറകിന്ന് വിളിക്കുന്നുണ്ട്, ഗംഗാധരോ, ലളിത കുഞ്ഞെ എന്ന് വിളിച്ച് അവരുടെ അടുത്തേക്ക് ചെന്ന്. അതെ, കോർട്ട് ഓർഡറിന്റെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഞങ്ങൾ ചെയ്യുന്നത് വയലേഷനാ. പക്ഷേ വേറൊരു കാര്യം എനിക്ക് അങ്ങോട്ട് പറയാനുണ്ട് പെങ്ങളെ എന്ന് ഭാസ്കരൻ പറയേ. എന്തോന്ന് എന്ന് ലളിതയും. പറയാം, അത് ഇത്തിരി പേഴ്സണലാ എന്നവരോടായി പറഞ്ഞു. പിള്ളേരെ, ഐ ആം കമ്മിങ് എന്ന് വിളിച്ചു പറഞ്ഞേ. പിള്ളേര് കേൾക്കണ്ട, നമുക്ക് ആ ഗേറ്റിന്റെ അങ്ങോട്ട് നിൽക്കാം. നടന്നട്ടെ, നടക്കങ്ങോട്ടെന്ന് പറഞ്ഞ് അവരെ അങ്ങോട്ട് കൊണ്ടുപോവുക. അവിടെ എത്തി ഭാസ്കരൻ പറയുന്നുണ്ട്, അപ്പൊ ബ്രദർ സിസ്റ്റർ, എന്റെ പിള്ളേർ എന്താണെങ്കിലും ഇവിടെ ആ ജോലി ചെയ്തു തീർക്കും. നിങ്ങൾ എന്ത് ചെയ്യും പറ, എന്ത് ചെയ്യും എന്ന് ഭാസ്കരൻ ചോദിക്കേ. ഇതുവരെ പറഞ്ഞത് മനസ്സിലായില്ലേ? പോലീസിനെ കൊണ്ടുവന്ന് നിർത്തിക്കുമെന്ന് ഗംഗാധരനും പറയുക. ആയിക്കോട്ടെ, നിങ്ങൾ എന്നാ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കോ, ഞാൻ ആ സമയത്തെ സുനന്ദയുടെ ഭർത്താവിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം എന്ന് ഭാസ്കരൻ പറയേ. എന്തിന് എന്ന് പരിഭ്രമത്തോടെ ലളിത. അല്ല, ഒരു കഥ പറയാനെന്ന് ഭാസ്കരൻ പറയേ. എന്തു കഥ എന്ന് ഗംഗാധരൻ. എന്റെ മകൻ സുഭാഷിന്റെയും അവളുടെയും പ്രേമകഥ. എന്തേ എന്ന് ഭാസ്കരൻ പറയുന്നത് കേൾക്കെ പതർച്ചയോടെ നിൽക്കുകയാണ് ലളിതയും ഗംഗാധരനും. അവരുടെ സംസാരമെല്ലാം നോക്കി നിൽക്കുകയായിരുന്ന സുഭാഷും സുധീഷിനോടായി പറയുന്നുണ്ട്, വെല്ലിച്ചൻ പതറുന്നുണ്ടല്ലോ എന്ന്. ഭാസ്കരൻ വീണ്ടും അവരോടായി പറയുകയാ, കല്യാണത്തിന് മുമ്പ് അവൾ മിക്കവാറും എന്റെ വീട്ടിൽ തന്നെയായിരുന്നു. കല്യാണത്തലേന്ന് അവൾ ഇറങ്ങി പോന്നുവെന്നും രാത്രി വീട്ടിലേക്ക് വന്ന് പിടിച്ച പിടിയാലെ എന്റെ മോനെ കെട്ടണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുവെന്നും അവസാനം അവളുടെ അമ്മയും അച്ഛനും വന്ന് എന്റെ മോന്റെ കാല് പിടിച്ചിട്ടാണ് അവളുടെ മനം മാറിയതെന്നും കല്യാണത്തിന്റെ അന്ന് ഉച്ചയ്ക്ക് അവനുണ്ട ചോറേ എന്റെ മകൻ ഉപേക്ഷിച്ച സന്ധ്യയാണെന്നും ഞാൻ പറയട്ടെ എന്ന് ഭാസ്കരൻ ചോദിക്കെ വെപ്രാളത്തോടെ. അയ്യോ വേണ്ട, ചതിക്കരുത് എന്ന് ലളിത പറയുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാ നീ കളിക്കുന്നത് ഭാസ്കര, അത് വേണ്ട എന്ന് ഗംഗാധരനും. ആണോ? അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഈ വീടിനകത്തുമുണ്ട്, അതുകൊണ്ടാ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. എന്തേ, നിങ്ങളുടെ മകള് പോകുമ്പോഴേ അഡ്രസ്സും സ്ഥലവും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടാ പോയത്. അപ്പൊ എങ്ങനാ, നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോവല്ലേ? ഭാസ്കരൻ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. ഇനി എന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തി 27 കറികളോടെ സദ്യ വിളമ്പി ആർഭാടമായി കെട്ടിച്ചയച്ച പെണ്ണ് 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ വന്ന് മുടക്ക ചരക്കായിട്ടിരിക്കുകയാണെന്ന് നാട്ടുകാര് പറയും. അത് വേണോ എന്ന് ഭാസ്കരൻ ചോദിക്കുക ദേഷ്യത്തോടെ. എടോ മഹാപാപി എന്ന് വിളിക്കുന്നുണ്ട് ലളിതയും. അപ്പോ ഇവിടെ വന്ന് കാണിക്കുന്നത് മഹാപാപമല്ലേ പൂതനെ എന്ന് ഭാസ്കരൻ ചോദിക്കേ. ദേഷ്യത്തോടെ ലളിതയും. നാശം, എന്തെങ്കിലും ചെയ്ത് തുലയ്ക്കട്ടെ ഗംഗേട്ടാ, വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് ഗംഗാധരന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് പോവാൻ നോക്കുന്നേരം ഭാസ്കരൻ വീണ്ടും തടഞ്ഞേ. ഏയ് നിൽക്ക്, ആ പണിക്കാർ പിള്ളേരെ പേടിച്ചിരിക്ക, തുടങ്ങിക്കോളാൻ പറഞ്ഞിട്ട് പോ എന്ന് പറഞ്ഞ് സുഭാഷിനെയും കൂട്ടരെയും വിളിച്ച്. ഡാ പിള്ളേരെ, വല്യച്ഛന് കാര്യം മനസ്സിലായി, നിങ്ങളോട് പണി തുടങ്ങിക്കോളാൻ ദാ കണ്ടില്ലേ എന്ന് പറഞ്ഞ് ഗംഗാധരനെ ചേർത്ത് പിടിക്കുക. സംശയത്തോടെ പരസ്പരം നോക്കുകയാണ് സുഭാഷും സുധീഷും ഹരീഷുമെല്ലാം. നോ പ്രോബ്ലം, ഒന്ന് കൈ കാണിച്ചെന്ന് ഗംഗാധരനോടായി പറയേ. ഗംഗാധരനും പണി തുടങ്ങാനായി കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയാ. എന്ന് വിട്ടോ എന്ന് ഭാസ്കരൻ പറയേ. ഗംഗാധരനും ലളിതയും അവിടെ നിന്ന് നടന്നു നീങ്ങുകയാ. ഭാസ്കരനും ഒരു ചിരിയോടെ സുഭാഷിന്റെയും കൂട്ടരുടെയും അടുത്തേക്ക് നടന്നു ചെന്ന്
ഡാ പിള്ളേരെ, പണി നടക്കട്ടെ, ഇനി അയാള് തടസ്സം പറഞ്ഞു വരില്ല എന്ന് പറഞ്ഞ് പണിക്കാരോടായി പ്രോബ്ലം സോൾവ്ഡ്, കഥമാകുക, പണി നടക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞ് ഉമ്മറത്തേക്ക് കയറുകയാ. ഹരീഷും സുധീഷിനോടായി, സുധീഷേട്ടാ എന്താ ഈ നടക്കണേ എന്ന് ചോദിക്കേ, എനിക്കൊരു പിടിയും കിട്ടുന്നില്ലടാ എന്ന് സുധീഷും പറയുന്നുണ്ട്. ഭയ്യ പണി തുടങ്ങിയാലോ എന്ന് അവിനാശ് ചോദിക്കേ. എന്താ സംശയം, ബായ് തുടങ്ങിക്കോ എന്ന് സുധീഷ് പറയെ. അവിനാശ് സന്തോഷത്തോടെ പോവുകയാ. അവിടെ ഓഫീസിൽ ആ ഡിസൈനും വെച്ച് ടെൻഷനോടെ നോക്കിയിരിക്കുക നിധി. അങ്ങോട്ടെത്തിയ ദിവ്യയും അവളെ കണ്ട്, ഏയ് കുറെ നേരമായല്ലോ ഇതും വെച്ചിരിക്കുന്നു, എന്തു പറ്റിയെന്ന് ചോദിക്കേ. ആദ്യം തന്നെ ഇങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാ എന്ന് നിധിയും. അത് സാരമില്ല, എല്ലാം ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതിയെന്ന് ദിവ്യയും. എനിക്ക് കോൺഫിഡൻസ് കൂടിപ്പോയി അതാ എന്ന് ടെൻഷനോടെ നിധി പറയേ. കോൺഫിഡൻസ് വേണം നിധി, നിധിക്ക് കുറവുള്ളത് പ്രാക്ടീസാ, പ്രാക്ടീസ് ഉണ്ടെങ്കിലേ പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവും, പതിയെല്ലാം ശരിയാവും. സിദ്ധാർത്ഥ് സാർ പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഒരിക്കലും തെറ്റിക്കാത്തവരിൽ നിന്ന് അത്ഭുതം പ്രതീക്ഷിക്കരുതെന്ന്. അഡ്വഞ്ചറസ് ആയി ചിന്തിക്കുന്നവർക്ക് തെറ്റുപറ്റും, പക്ഷേ അത് തിരുത്തി മുന്നേറാൻ നോക്കുമ്പോഴാ വലിയ നേട്ടമുണ്ടാവുക എന്നവൾ പറയുന്നത് കേൾക്കെ നിധിയും ആശ്വാസത്തോടെ പുഞ്ചിരിക്കുകയാ. അവിടെ കിളിക്കൂടിൽ പുറകുവശത്തേക്ക് നടന്നു വരികയാണ് സുഭാഷും സുധീഷും ഹരീഷും നികേഷുമെല്ലാം. അതിനിടയിൽ സുധീഷ് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടാ പണി എന്നത്തേക്ക് തീരുമാനിക്കുമെന്ന്. എടാ നീ രാവിലെ മുതൽ ചോദിക്കുമല്ലേ സുധീഷേ, തീരുമ്പോ തീരും പോരെ എന്ന് സുഭാഷ് ചോദിക്കേ. എന്റെ സുധീഷേട്ടാ, ഒരു പണി ചെയ്യുമ്പോ അതവരെ ചെയ്യാൻ വിടണം, അല്ലാതെ ഇങ്ങനെ പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടിക്കല്ല വേണ്ടത് എന്ന് നികേഷ് പറയേ. അവന് വിവരമുണ്ടെന്ന് സുഭാഷ് പറയേ. ഓം ബ്രാ എന്ന് സുധീഷും. അപ്പോഴേക്കും അവിനാശും കൂട്ടരും അങ്ങോട്ട് വരികയാ. അവിനാശ് പറയുന്നുണ്ട്, ഭയ്യ അപ്പോ അത് തീർന്നു, ഇനി പ്ലംബിംഗ് ആണുള്ളതെന്ന്. അവരോട് കൈയും മുഖവും കഴുകിയിട്ട് വരാനായി പറഞ്ഞ് സുഭാഷ് സുധീഷിനെയും കൂട്ടരെയും കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ്. അവർ കൈയും മുഖവും കഴുകി ചെല്ലുമ്പോഴേക്കും സുഭാഷ് അവർക്കുള്ള കൂലിയുമായി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ഭയ്യ ഇത്, തിരക്കില്ലാന്ന് അവിനാശ് പറയേ. നീ ഇതെല്ലാവർക്കും വീതിച്ചു കൊടുക്കെന്ന് പറഞ്ഞ് ആകാശ് അവിനാശിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത്, നീ ഇതെല്ലാവർക്കും വീതിച്ചു കൊടുക്കെന്ന് പറഞ്ഞ്. അപ്പോ ഓക്കെ ശരി ഭയ്യ എന്ന് സുഭാഷ് പറയെ. അവിനാശും കൂട്ടരും യാത്ര പറഞ്ഞു പോവുകയാ. അപ്പോഴാണ് നിധി ഓഫീസ് കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നത്. അച്ഛനും മുറ്റത്ത് തന്നെ നിൽപ്പുണ്ട്. എന്താ സുഭാഷ് ഏട്ടാ ആകെ ഒരു മാറ്റമെന്ന് നിധി ചോദിക്കേ. നികേഷും മുറ്റത്തേക്ക് ഇറങ്ങി, എന്റെ ഏടത്തി രാവിലെ തുടങ്ങിയ പണിയാ, ഓടുമേയുന്നു, ബാത്റൂം പണിയുന്നു എന്നൊക്കെ അവൻ പറയേ. ബാത്റൂമോ, ഇന്ന് പണി തുടങ്ങുമെന്ന് പറഞ്ഞതേ ഇല്ലല്ലോ എന്ന് നിധിയും. അത് സർപ്രൈസ് ആണെന്ന് അച്ഛനും വിളിച്ചു പറയേ. സുധീഷ് ഏട്ടനാണെങ്കിൽ ബാത്റൂമിലേക്ക് കുറെ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, വലിയ മിറർ, റെയിൻ ഷവർ, അങ്ങനെ കുറെ ഐറ്റംസ് എന്ന് നികേഷ് പറയേ. ചിലര് കക്കൂസ് പണിയുന്നത് കണ്ടാലേ ദിവസത്തിലേറെ നേരവും അതിനകത്ത് തന്നെ ഇരിക്കുന്നെന്ന് തോന്നും. മാക്സിമം ഒരു 5 മിനിറ്റ്സ്, അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലമാ അത്. അതുകൊണ്ട് അതിനുവേണ്ടി കൂടുതൽ മണി സ്പെൻഡ് ചെയ്യുന്നത് വേസ്റ്റാ എന്നച്ഛൻ പറയുന്നത് കേൾക്കെ അച്ഛന്റെ കൈ ശ്രദ്ധിച്ചുകൊണ്ട്, അയ്യോ കൈ ഇത്രയും പൊള്ളിയോ നോക്കട്ടെ എന്ന് നിധി പരിഭ്രമത്തോടെ ചോദിക്കേ. സാരമില്ല മോളെ എന്ന് അച്ഛനും. പടക്കത്തിന്റെ തീക്ക് പൊള്ളല് കൂടുതലാ, പഴുക്കും, ആശുപത്രിയിൽ ഒന്ന് കാണിക്കായിരുന്നു എന്ന് നിധി പറയേ. എന്റെ മോളെ ഇതിനൊക്കെ ആശുപത്രി പോവും ആരെങ്കിലും എന്ന് ചിരിയോടെ ചോദിച്ച് നികേഷിനെ നോക്കി ഇവനാണ് എന്ന് പിറുവിറുക്കുന്നുണ്ട്. പണ്ട് ലോറി ഓടിക്കുന്ന കാലത്ത് ബീഹാറിൽ വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഞാൻ ലോറിയുടെ ഫ്രണ്ട് ചില്ല് തകർത്ത് റോഡിലേക്ക് അങ്ങ് തെറിച്ചു വീണു. എല്ലാരും വിചാരിച്ചു ഞാൻ ചത്തെന്ന്. അവിടെ നിന്ന് എഴുന്നേറ്റ് അതേ ലോറി ഓടിച്ച് ചരക്കിറക്കി ലോറി വർക്ക്ഷോപ്പിലാക്കിയിട്ടേ ഞാൻ അടങ്ങിയുള്ളൂ. വർക്കിനോടുള്ള കമ്മിറ്റ്മെന്റ് അതായിരുന്നു. എനിക്ക് ഈ കുഞ്ഞു പൊള്ളലൊക്കെ എന്ത് എന്നച്ഛൻ പറയുമ്പോഴേക്കും, ആ മോളെ വാ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് സുഭാഷേട്ടൻ വിളിക്കുക. വേണ്ട ഞാൻ ഇന്ന് ചായ ഇട്ടോളാമെന്ന് നിധിയും. അതാ നല്ലത്, ഇടയ്ക്കൊക്കെ മടുപ്പ് മാറാൻ അടുക്കളയിൽ ആള് മാറുന്നത് നല്ലതാ, അങ്ങനെയല്ലേ സുഭാഷേ എന്നച്ഛൻ ചോദിക്കേ. അതെ എന്ന് സുഭാഷും. ചെല്ലു മോളെ എന്ന് അച്ഛൻ പറയുമ്പോഴേക്കും നിധിയും സുഭാഷും നികേഷുമെല്ലാം അകത്തേക്ക് കയറി പോവുകയും തന്റെ പൊള്ളിയ കൈ നോക്കി ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞ് ഒരു ബീഡിയെടുത്ത് വലിക്കാൻ തുടങ്ങിയ ഭാസ്കരനും. പിന്നീട് നിധി മുറ്റുമടിക്കുമ്പോഴാണ് നികേഷ് അങ്ങോട്ട് വന്ന്, ഏട്ടതി എനി ഹെൽപ്പ് എന്ന് ചോദിക്കുന്നത്. അച്ഛന്റെ കൈ ശരിക്കും പൊള്ളിയിട്ടുണ്ട്, നീ നോക്കിയോ എന്ന് നിധി ചോദിക്കേ. ഞാനൊന്നും നോക്കിയില്ല എന്ന് മുഖം തിരിച്ചുകൊണ്ട് പറയുക നികേഷും. നല്ലോണം പൊള്ളിയിട്ടുണ്ടെന്ന് നിധി പറയേ. അതിന് ഞാനെന്ത് വേണം എന്ന് നികേഷും. നീ പടക്കമെടുത്ത് മോളിലോട്ട് എറിഞ്ഞോണ്ടാ അതുണ്ടായതെന്ന് നിധി പറയേ. പടക്കം മോളിലേക്ക് എറിയുമ്പോൾ അതിന്റെ കീഴെ വന്ന് നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് നികേഷും ചോദിക്കുക. നിന്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് കൂടിയല്ലേ നികേഷെ അത് സംഭവിച്ചത് എന്ന് നിധി ചോദിക്കേ. അതിന് ഞാനെന്ത് ചെയ്യും, ഷെടാ മനഃപൂർവ്വം പടക്കമെടുത്ത് എറിഞ്ഞതല്ലോ എന്ന് നികേഷും. അത് ഞാനും പറഞ്ഞില്ല, അറിയാതെ പറ്റിയതാ, സോറി അച്ഛ എന്ന് പറഞ്ഞൂടെ എന്ന് നിധി ചോദിക്കേ. ഞാൻ അങ്ങേരോട് സോറി പറയാൻ നടന്നത് തന്നെ എനിക്കും പറ്റില്ല എന്ന് നികേഷും. നീ അങ്ങനെ ചെയ്തത് കൊണ്ടാ അത് അച്ഛന്റെ കയ്യിൽ വന്ന് വീണത്. നല്ലോണം പൊള്ളിയിട്ടുണ്ട്. നമുക്കിഷ്ടപ്പെട്ട ആളാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ മുഖേന ഒരു അപകടം പറ്റുമ്പോൾ അത് നമ്മൾ ചോദിക്കണം. അറിയാതെ പറ്റിയതാണെങ്കിൽ അത് ഏറ്റു പറഞ്ഞിട്ട് സോറി പറയണം എന്ന് നിധി പറയേ. ഞാൻ എന്തിനാ സോറി പറയുന്നേ, റോഡിൽ കാണുന്ന ഒരാളെ പോലെയാ എനിക്ക് അങ്ങനെ തോന്നാറുള്ളൂ എന്ന് നികേഷ് പറയേ. ശരി, റോഡിൽ കാണുന്ന ആള് തന്നെയാണെന്ന് വെക്കേ. നീ പടക്കം പൊട്ടിക്കുമ്പോൾ റോഡിൽ പോകുന്ന ഒരാളുടെ ദേഹത്ത് വീണ് പൊള്ളിയാ നീ സോറി പറയില്ലേ എന്ന് നിധി ചോദിക്കേ. റോഡിൽ പോകുന്ന ആളോടെ സോറി പറയൂ, പക്ഷെ ആ മനുഷ്യനോട് സോറി പറയില്ല. അതിനുവേണ്ടി എടുത്തി അഡ്വക്കേറ്റ് എടുക്കണ്ട, ഞാൻ അനുസരിക്കില്ലെന്ന് പറഞ്ഞ് നികേഷും അകത്തേക്ക് കയറി പോവുകയാണ്.
അങ്ങോട്ട് ഇറങ്ങി വരുന്ന സുഭാഷും ആ കാഴ്ച കണ്ട് അവൻ എന്തിനാ മോളോട് ചൂടാവുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് സാരമില്ല, അച്ഛനോടുള്ള ദേഷ്യമായിരിക്കുമെന്ന് നിധിയും. എന്നാലും അത് മോളുടെ അടുക്കലാണോ കാണിക്കേണ്ടത് എന്ന് സുഭാഷ് ചോദിക്കേ. സാരമില്ല സുഭാഷ് ഏട്ടാ എന്ന് നിധി പറയെ സുഭാഷും വീട്ടിലേക്ക് കയറി പോവുകയാ. രാത്രിയാകുമ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനായിരിക്കുക. സുഭാഷ് അടുക്കളയിൽ നിന്ന് ഒരു പാത്രമായി വരുന്നത് കാണെ ഇന്നെന്താ ബിരിയാണിയാണോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ബിരിയാണിയോ, പലഹാരം മതിയെന്ന് നിധി പറഞ്ഞു എന്ന് സുഭാഷ് പറയെ. അപ്പൊ ദോശയായിരിക്കും എന്ന് സുധീഷും പറയുന്നുണ്ട്. അത് നിനക്ക് ഇഷ്ടമില്ലെന്നറിയാം, അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു എന്ന് സുഭാഷ് പറയെ. ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി, അരച്ച മാവ് കൊണ്ടൊരു കളിയല്ലേ സുഭാഷ് ഏട്ടാ എന്ന് നികേഷ് പറയുമ്പോഴേക്കും പോടാ എന്ന് പറഞ്ഞ് തന്റെ കയ്യിലുള്ള പാത്രം താഴേക്ക് വെച്ച് ദാ ഉപ്പുമാവ് എന്ന് പറയെ. ഉപ്പുമാവോ എന്ന് സുധീഷ് ഇഷ്ടക്കേടോടെ ചോദിക്കേ. അയ്യേ എന്താ ഏട്ടാ ഇത് എന്ന് നികേഷും ചോദിക്കുന്നു. ആദ്യം നിങ്ങളൊന്ന് കഴിച്ചു നോക്കണമെന്ന് സുഭാഷ് പറയേ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ നികേഷേ, സൂപ്പർ ആയിട്ടുണ്ടെന്ന് നിധിയും. ശരിക്കും എന്ന് നികേഷ് ചോദിക്കേ. ഹരീഷും കുറച്ച് അതിൽ നിന്നെടുത്ത് കഴിച്ചു നോക്കുന്നുണ്ട്. എങ്ങനെയുണ്ടടാ എന്ന് സുഭാഷ് ചോദിക്കേ. കാലയ്ക്ക് കിടിലൻ ഉപ്പുമാവ് എന്ന് ഹരീഷും. കേട്ടോടാ എന്ന് ചോദിച്ച് സുഭാഷ് അടുക്കളയിലേക്ക് പോവേ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞേ ഉപ്പുമാവ് വിളമ്പാൻ തുടങ്ങിയ നിധിയുടെ കയ്യിൽ നിന്നും തന്റെ പ്ലേറ്റിലേക്ക് ഉപ്പുമാവ് വാങ്ങിച്ച് കഴിച്ചു നോക്കുക നികേഷും. വൗ, ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല, കിടിലൻ ഉപ്പുമാവ് എന്ന് പറഞ്ഞ് നികേഷ് വീണ്ടും കഴിക്കുകയാ. സുധീഷും തന്റെ പ്ലേറ്റിൽ വിളമ്പിയ ഉപ്പുമാവ് കഴിച്ചു നോക്കിക്കൊണ്ട് റവയ്ക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടോ, കൊള്ളാലോ എന്ന് പറയുമ്പോഴാണ് സുഭാഷിന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത്. ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ് സുധീഷ് എഴുന്നേറ്റ് ചെന്ന് അതെടുത്തു നോക്കി. ഡാ സുനന്ദയാണല്ലോ, അവൾ എന്തിനാ ഈ നേരത്ത് വിളിക്കുന്നേ എന്ന് പറഞ്ഞ് തറയിലേക്ക് വന്നിരിക്കെ അങ്ങോട്ട് വരുന്ന സുഭാഷും അതേടാ ഇന്നാളൊരു ദിവസവും വിളിച്ചിരുന്നു, ഞാൻ എടുത്തില്ല എന്ന് സുഭാഷും. അതോ എടുത്തില്ലെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ട് രണ്ടുപേരും രഹസ്യമായി സംസാരിക്കുകയാണോ എന്ന് സുധീഷ് അർത്ഥം വെച്ച് ചോദിക്കേ. ഞാൻ എന്തിനാടാ അങ്ങനെ ചെയ്യുന്നേ എന്ന് കഴിക്കാനിരുന്നു കൊണ്ട് സുഭാഷും ചോദിക്കുക. എല്ലാം അവസാനിപ്പിച്ച് കെട്ടിയതല്ലേ, പിന്നെന്തിനാ ഇപ്പോഴും വിളിക്കുന്നേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോഴേക്കും ആ കോൾ കട്ടായിരുന്നു. ഫോൺ എടുത്തിട്ട് ഇനി വിളിക്കരുതെന്ന് സുഭാഷ് ഏട്ടനോട് പറയാൻ പാടില്ലേ എന്ന് നികേഷ് പറയേ. സുനന്ദ സുഭാഷ് ഏട്ടനെ വിളിക്കുന്നത് ആ വീട്ടിൽ പ്രശ്നമാവില്ലേ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അതരുതെന്ന് പറയേണ്ടത് സുഭാഷ് ഏട്ടനല്ലേ എന്ന് സുധീഷ് ചോദിക്കേ. നിധിയും പറയുന്നുണ്ട്. എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം? നിങ്ങളുടെ അമ്മായിയുടെ മകള് ചെറുപ്പം മുതലുള്ള കൂട്ടുകാരി, അവളിടയ്ക്ക് ഫോണിൽ വിളിച്ചൊന്നു കരുതി എന്താ പ്രശ്നം? ഇവരുടെ കാര്യം പോട്ടെ, നീ കോളേജിൽ പഠിക്കുന്ന കുട്ടിയല്ലേ, ഈ അമ്മാവന്മാര് ചിന്തിക്കുന്ന പോലെയാണോ നീ ചിന്തിക്കേണ്ടത് എന്ന് നികേഷിനോടായി നിധി ചോദിക്കുന്നുണ്ട്. അമ്മാവനോ ഞാനോ എന്ന് സുധീഷും. അല്ലാതെ പിന്നെ ആ കുട്ടിക്ക് സുഭാഷ് ഏട്ടനെ ഇഷ്ടമായിരുന്നു എന്ന് വെച്ച് അത് വീണ്ടും പുതുക്കാനാ വിളിക്കുന്നതെന്ന് വിചാരിക്കരുത്. നിങ്ങളൊക്കെ തനി അമ്മാവന്മാരായതിന്റെ ലക്ഷണമാ, വെറൈറ്റി അങ്കിൾസ്. ഇവിടെ ഭർത്താവുമായി വന്ന് എല്ലാവരെയും കണ്ട് സംസാരിച്ചു പോയ കുട്ടിയാത്, ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ പോലും അതിന് വിളിക്കാൻ പാടില്ലെന്നാണോ എന്ന് നിധി അവരോടായി ചോദിക്കുമ്പോഴേക്കും സുനന്ദ അവിടെ വീഡിയോ കോൾ ചെയ്യാൻ തുടങ്ങിയിരുന്നു. വീണ്ടും സുഭാഷ് ഏട്ടന്റെ മൊബൈൽ റിങ് ചെയ്യാതെ വീഡിയോ കോൾ വരുന്നു എന്ന് സുധീഷും അമ്പരപ്പോടെ പറയുന്നുണ്ട്. നിധി പുഞ്ചിരിയോടെ അതെടുത്തുകൊണ്ട് അറ്റൻഡ് ചെയ്യ് സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ മൊബൈൽ അവന് നേരെ നീട്ടെ. ഞാനോ എന്ന് സുഭാഷും. എന്താ സുഭാഷ് ഏട്ടന് എടുക്കാൻ മടിയുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ഉള്ളിലിപ്പോഴും എന്തോ കറയുണ്ടെന്ന അർത്ഥം എന്ന് നിധി പറയേ. അയ്യോ എന്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല താ എന്ന് പറഞ്ഞ് സുഭാഷ് ആ കോൾ അറ്റൻഡ് ചെയ്യുകയാ. സുഭാഷ് ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും അവനെ മൊബൈലിൽ കണ്ട് ഹായ് സുഭാഷ് ഏട്ടാ ഭക്ഷണം കഴിക്കുകയാണോ എന്ന് സുനന്ദ ചോദിക്കുന്നുണ്ട്. അതേന്നവൻ ചിരിയോടെ പറയേ. എനിക്ക് സുഭാഷ് ഏട്ടന്റെ ഫുഡ് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഞാൻ അത് അശ്വിനോട് എപ്പോഴും പറയും, അടുത്ത തവണ അങ്ങോട്ട് വരുമ്പോ അവിടുന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാരും ഉണ്ടോ ഒന്ന് കാണട്ടെ എന്ന് സുനന്ദ ചോദിക്കേ. സുഭാഷ് അവരെല്ലാം കാണിക്കുക. നിധിയെ കണ്ട് ഹായ് നിധി സുഖമല്ലേ എന്ന് സുനന്ദ ചോദിക്കുക. ആ സുഖം എന്ന് നിധിയും. നികേഷ് സുധീഷ് ഹരീഷ് ഇടയ്ക്കൊക്കെ എന്നെയും എല്ലാവർക്കും വിളിക്കാട്ടോ, ഈ ഭാഗത്തേക്ക് ഓട്ടം വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ സുധീഷേ എന്നവൾ പറയേ. ആ വരാം, ഉറപ്പായിട്ടും വരാം എന്ന് സുധീഷും. അപ്പോഴേക്കും അവൾ ഇതാ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞ് ആ റൂമാകെ കാണിച്ചു കൊടുക്കേ. സുഭാഷ് മൊബൈൽ നിധിക്ക് കൈമാറുകയാ. അടിപൊളിയായിട്ടുണ്ട് എന്ന് നിധിയും. സുനന്ദ വീണ്ടും പറയുന്നുണ്ട്. 2 ദിവസം മുമ്പേ ഞാൻ വിളിച്ചിരുന്നു, അപ്പൊ അശ്വിനും ഉണ്ടായിരുന്നു, അപ്പൊ ആരും എടുത്തില്ല, അപ്പൊ ഞാൻ പിന്നെ വിളിക്കാം, സുഭാഷ് ഏട്ടനൊന്ന് കൊടുക്കോ എന്ന് സുനന്ദ വീണ്ടും ചോദിക്കേ. ആ എന്ന് പറഞ്ഞ് നിധി സുഭാഷിനും മൊബൈൽ കൊടുക്കുക. അപ്പൊ ബൈ സുഭാഷ് ഏട്ടാ, കാണാട്ടോ എന്നവൾ ബൈ പറയേ. സുഭാഷും ശരിയെന്ന് പറഞ്ഞ് കോൾ വെക്കുകയാ. കോൾ വെച്ചു കഴിഞ്ഞ് നിധിയും എല്ലാവരോടുമായി ചോദിക്കുന്നുണ്ട്. ഇപ്പൊ എന്തായി? ഈ വീട്ടിലെ മുഴുവൻ തെറ്റായ തോന്നലുകളും ആദ്യം ഉദിക്കുന്നത് ഈ പേട്ടുതലയിലാ എന്ന് സുധീഷിനെ നോക്കി നിധി പറയുകയാ. അത് പിന്നെ മറ്റുള്ളവരിലേക്കും പടരും എന്ന് നിധി പറയേ. പേട്ടുതലയോ എന്ന് അമ്പരപ്പോടെ സുധീഷൻ ചോദിക്കുക. സംശയമുണ്ടോ താൻ ഈ പേട്ടുതല തന്നെ എന്നവൾ പറയുന്നത് കേൾക്കെ ഹരീഷ് ചിരിക്കുന്നത് കാണാൻ സുധീഷിനും ദേഷ്യം വരികയാ. അപ്പോഴാണ് അച്ഛൻ സൈക്കിളിൽ പാട്ടും പാടിക്കൊണ്ട് അങ്ങോട്ട് വരുന്നത്. മുറ്റത്ത് സൈക്കിൾ നിർത്തി കട്ടിലേക്ക് വന്നിരുന്ന് പാട്ടും പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിധി അദ്ദേഹത്തിനുള്ള ഫുഡുമായി വന്ന് പ്ലേറ്റ് അച്ഛന് നേരെ നീട്ടി ദാ എന്ന് പറയുന്നത്. ഭാസ്കരൻ പരിഭ്രമത്തോടെ അവളെ നോക്കെ. പേടിക്കണ്ട, ഞാനൊന്നും ചോദിക്കാൻ പോകുന്നില്ല, ഇത് കഴിച്ചോളൂ എന്ന് പറഞ്ഞ് പ്ലേറ്റ് നീട്ടെ. എനിക്കൊരു പേടിയുമില്ല, എന്ത് ചോദിച്ചാലും ഒരു പ്രശ്നവുമില്ല എന്ന് അച്ഛനും പറയുകയാ. ഞാൻ ചോദിക്കുന്നത് അതിന് ഇഷ്ടമല്ലല്ലോ എന്നവൾ പറയെ. ഇഷ്ടമില്ലാത്തത് തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചാൽ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്ന് അച്ഛനും ചോദിക്കുക. എന്തോ ഉണ്ട്, അത് ഒളിച്ചു വെക്കാനാ ഈ ദേഷ്യം കാണിക്കുന്നേ
എന്ന് നിധി പറയെ ആ വിഷയം സംസാരിക്കാൻ എനിക്കിഷ്ടമല്ല. അതിന്റെ അർത്ഥം ഞാൻ എന്തെങ്കിലും മറയ്ക്കുന്നു എന്നല്ല എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് പ്ലേറ്റ് വാങ്ങിക്കുമ്പോഴേക്കും അതിലെ സ്പൂൺ കണ്ടേ. എന്താ ഇത്, ഞാനെന്താ വെള്ളക്കാരനോ സ്പൂൺ വെച്ച് കഴിക്കാൻ എന്ന് പറഞ്ഞ് ആ സ്പൂൺ എടുക്കുമ്പോഴേക്കും കൈപൊള്ളിയിരിക്കുകയല്ലേ, അതുകൊണ്ടായെന്ന് നിധിയും. ഭാസ്കരൻ ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞ് ഭാസ്കരൻ ആ സ്പൂൺ മാറ്റിവെച്ച് ഉപ്പുമാവ് കഴിക്കാനായി തുടങ്ങുമ്പോഴേക്കും നിധി അവിടെ തൂണും ചാരി നിൽപ്പ. അവളുടെ ആ നിൽപ്പും നോട്ടവും എല്ലാം കണ്ട് വീണ്ടും അതേ ടോപ്പിക്ക് തന്നെ തുറക്കാനാ ഇവിടെ നിൽക്കുന്നത്, ഇവിടുന്ന് മാറുന്നതാ ബുദ്ധി എന്ന് മനസ്സിൽ പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് നടന്നു ചെന്ന് വീണ്ടും അവളെ തന്നെ തിരിഞ്ഞു നോക്കി നിൽക്കേ. വീണ്ടും ഞാൻ ചോദിക്കാതിരിക്കാനാ എസ്കേപ്പ് ആയത്, ഞാൻ കണ്ടുപിടിക്കുമെന്ന് മനസ്സിൽ പറഞ്ഞു നിൽപ്പാ നിധിയും. അച്ഛനും കുറച്ചപ്പുറത്ത് മാറ്റിയിട്ട കസേരയിൽ ചെന്നിരുന്ന് കഴിക്കാനായി തുടങ്ങുമ്പോഴേക്കും നിധി നോക്കി നിൽക്കണ കണ്ട് കസേരയിൽ ചരിഞ്ഞിരുന്ന് കഴിക്കാനായി തുടങ്ങുകയാ. അപ്പോഴേക്കും സുധീഷ് അങ്ങോട്ട് വന്ന് തൂണും ചാരി നിൽക്കുന്ന നിധിയുടെ അടുത്ത് തൂണും പിടിച്ച് നിൽപ്പാ. തിരിഞ്ഞു നോക്കിയ അച്ഛൻ അവനെ കൂടി കണ്ട് ഇവര് രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ടാണോ അന്വേഷണം നടത്തുന്നത് എന്ന് മനസ്സിൽ ചിന്തിച്ച് അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാ. ആ കഥാപാത്രം എന്താ സീൻ വിട്ടെ എന്ന് സുധീഷ് ചോദിക്കേ. എനിക്കെങ്ങനെ അറിയാം എന്ന് നിധിയും. എങ്ങനെയുണ്ടായിരുന്നു നിധി ഇന്നത്തെ ഓഫീസ് ടൈം എന്ന് സുധീഷ് ചോദിക്കേ. നന്നായിരുന്നു, പക്ഷേ പഠിക്കുന്ന പോലെയല്ല. ജോലിക്ക് കയറുമ്പോൾ പ്രാക്ടിക്കൽ നോളജ് എന്ന് പറയുന്നത് വേറെയല്ലേ. ഞാൻ ഇനിയും ഇംപ്രൂവ് ആവണം. ഫസ്റ്റ് വീക്കിൽ തന്നെ എല്ലാവരെയും കയ്യിലെടുത്ത് സ്റ്റാർ ആവണം എന്നൊക്കെ വിചാരിച്ചതാ, അത് നടന്നില്ല, തുടക്കം തന്നെ പാളി എന്ന് നിധി പറയേ. അയ്യോ എന്തു പറ്റിയെന്ന് സുധീഷും. നിധി ഓഫീസിൽ ആ സാർ വഴക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എങ്ങനെയാണോ ഡിസൈൻ ചെയ്യാന്ന് ചോദിച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ കളിയാക്കി. അത് കേട്ടപ്പോ എനിക്കൊരുമാതിരി നാണക്കേടായി എന്ന് നിധി പറയേ. ആരാവൻ, അവൻ എന്തിനാ ഇയാളെ ചീത്ത വിളിക്കുന്നേ എന്ന് സുധീഷും. ചീത്തയൊന്നും വിളിച്ചില്ല, നമ്മള് വലിയ സ്റ്റൈലില് ഗോൾഡ് മെഡലിസ്റ്റ് എന്നൊക്കെ കരുതിയിരിക്കുമ്പോ കുമിള പൊട്ടിക്കുന്ന പോലെ നമ്മളെ പൊട്ടിച്ചു കളയില്ലേ, അങ്ങനത്തെ ഒരു പരിപാടി എന്ന് നിധിയും. അതുതന്നെയാ ഞാനും ചോദിച്ചത്, അങ്ങനെ കമന്റ് ചെയ്യാൻ വേണ്ടി അവൻ ആരാണെന്ന് സുധീഷ് ചോദിക്കേ. എന്റെ സീനിയർ ആണെന്നേ പുള്ളി സാധാരണ മട്ടി പറഞ്ഞതാവും, പക്ഷേ എന്റെ ഒരു ഹാഫ് ഡേ തൊലഞ്ഞു, ഇനിയും കുറെ പഠിക്കാനുണ്ടെന്ന് നിധി പറയേ. എന്ന് വെച്ച് ചീത്ത പറയണോ വേണ്ടത്, ഇയാളൊരു ഫ്രഷറാണെന്ന് അയാൾക്ക് അറിഞ്ഞൂടെ. ഇതൊക്കെ മര്യാദയ്ക്ക് പറഞ്ഞു മനസ്സിലാക്കി തരില്ലേ വേണ്ടത്. ഒരു പുതിയ ആളെ കിട്ടിക്കഴിഞ്ഞാൽ ആളെ റാഗ് ചെയ്ത് മറ്റുള്ളവരുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ നോക്കുക. ഏയ് അതൊന്നും ശരിയല്ലെന്ന് സുധീഷും. അവർ നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. അതിനുശേഷം വളരെ കാഷ്വലായിട്ടാ എന്നോട് പെരുമാറിയത്. എനിക്ക് ആ സമയത്ത് എന്തോ തോന്നിയെന്നേ ഉള്ളൂ എന്ന് നിധി പറയേ. ഏയ് എന്തായാലും അവൻ ആരാ നിധിയെ ചീത്ത വിളിക്കാനായിട്ട് എന്ന് സുധീഷ് ദേഷ്യത്തോടെ ചോദിക്കേ. ഹലോ, അത്രയ്ക്കൊന്നും സീൻ കാണിക്കണ്ട കേട്ടോ, എനിക്കത് ഓക്കെയാ, ഒരു ഇഷ്യൂവും ഇപ്പോഴില്ല. ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചോണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് നിധി പറയേ. എന്റെ നിധി, അത് ഇത്രയും നേരം ഓർത്തു വെച്ചോണ്ടല്ലേ ഇപ്പൊ പറഞ്ഞത്, അത് എത്രത്തോളം ഹേർട്ടായിട്ടുണ്ടെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ന് സുധീഷ് പറയാ. ഹേർട്ടായിട്ടൊന്നുമില്ല, ഇനി ആ തെറ്റ് വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നാ ഞാൻ ആലോചിക്കുന്നത്. വേറൊന്നുമില്ലെന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് കയറിപ്പോകെ. സുധീഷും ആലോചനയോടെ നിന്ന് ദേഷ്യത്തോടെ, എന്നാലും എന്റെ പെണ്ണിനെ ചീത്ത വിളിക്കുന്നു, അവനെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ, ആരാടാ അവൻ എന്ന് മനസ്സിൽ ചിന്തിച്ച് നിൽക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിധിയുടെ ഓഫീസിലെത്തിയ സുധീഷ് ബഹളമുണ്ടാക്കി അവളുടെ സീനിയർ ഓഫീസറെ ചീത്ത വിളിക്കുന്നതും നിധി അവനെ പിടിച്ച് പുറത്താക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.